വെൽക്കം ബാക്ക് ടു ദി സെക്കൻഡ് ഡേ ഓഫ് വെഡ്ഡിങ്. അപ്പോൾ ഇന്ന് ജാനുവരി 28. ഇന്നാണ് നമ്മുടെ ശരിക്കും കല്യാണ ദിവസം ഇന്നാണ്. അപ്പോൾ എല്ലാവരും എണീറ്റിട്ടുണ്ട്, കാരണം നേരത്തെ തന്നെ പോകണം. അതുകൊണ്ട് എല്ലാവരും എണീറ്റ് കുളിച്ച് റെഡി ആവുകയാണ്. അപ്പോൾ എനിക്ക് രാവിലെ ഇപ്പോൾ റാഷിക രാവിലെയാണ് ഡ്യൂട്ടി ടൈം. അപ്പോൾ രാവിലെ വിളിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഞാൻ വിചാരിച്ചു വീട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ വീടിൻ്റെ മുന്നിൽ തന്നെ ഒരു വലിയ പുഴയാണ്. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ വന്നത്. പിന്നെ ഇവിടെ 2-3 തോണിയൊക്കെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഭയങ്കര ഒരു നല്ല പോസിറ്റീവ് എനർജി തരുന്ന ഒരു പ്ലേസായിട്ട് എനിക്ക് തോന്നി. പിന്നെ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് സൺറൈസൊക്കെ കാണാം. അങ്ങനെ നല്ല തണുപ്പും നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ലൊരു രാവിലെ തന്നെ നല്ലൊരു ഫ്രഷ് ഫീല് തോന്നി. അപ്പോൾ ഇതാണ് വീട്. മാഷാഅല്ലാ, അടിപൊളി വീടാണ്. ഇനിയിപ്പോൾ ഇൻഷാല്ലാ ഭാവിയിൽ നമുക്ക് വീടെടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു തറവാട് ടൈപ്പ് വീടെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അപ്പോൾ ഇതിൻ്റെ ഉള്ളും ഭയങ്കര രസമാണ് കാണാൻ. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പുറത്ത് ഇങ്ങനെയൊക്കെയാണ്. പിന്നെന്താ, ഇനിയിപ്പോൾ നമ്മൾ റെഡി ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പം ഞാൻ നേരെ അടുക്കളയിലേക്ക് വിട്ടപ്പോൾ സിമ്രൻ്റെ ഉമ്മ ഇവിടെ കണ്ണൂർ കാരപ്പം എന്ന് പറഞ്ഞ ഒരു അപ്പം ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ നമ്മൾ രാവിലെ എണീറ്റാൽ ദോശ, പുട്ട്, ഓട്ടുപത്തിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇത് കുറച്ച് വെറൈറ്റി കാരപ്പം, പിന്നെ അവരെ സ്പെഷ്യൽ പത്തിരി, അതൊക്കെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായത്. ഒരു ഉണ്ണിയപ്പം സ്റ്റൈലിൽ ചുട്ടിട്ട് ഒരു ടേബിൾ മേൽ വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ സിമ്രൻ്റെ ഉപ്പാപ്പ വന്നിട്ട് കുറേ കോലുമുട്ടായി കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഐസുവിന്. അപ്പോൾ അവന് ഉറക്കം എണീറ്റ ഉടനെ അതും കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഈ ഒരു പാകിസ്ഥാനി ടൈപ്പ് ഡ്രസ്സാണ് ഇടാൻ പോകുന്നത്. പിന്നെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും മേക്കപ്പും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഐസും ഇങ്ങനെ കോലുമുട്ടായി ഇങ്ങനെ എടുത്തുകൊണ്ട് കുറേ കൈ പിടിച്ചിട്ടുണ്ട്, പൊളിക്കുന്നുണ്ട്. അവനെന്തൊക്കെ പണിയിലാണ്. എല്ലാവരുടെ കയ്യിലും ഇങ്ങനെ ഒരു പൗച്ചുണ്ട് മേക്കപ്പ് സെറ്റിനൊക്കെ ആയിട്ട്. ഞാനൊരു പൗച്ച് പോലും എടുത്തിട്ടില്ല, കാരണം എൻ്റെ അടുത്ത് ചെറിയൊരു ടൈപ്പ് ബാഗാണുള്ളത്. അപ്പോൾ ഫുൾ അതിൽ കൊള്ളാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് കല്യാണത്തിൻ്റെ ഡ്രസ്സും ഞങ്ങളുടെ ചെരുപ്പും അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇങ്ങനെ മേക്കപ്പ് സാധനങ്ങൾ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം എനിക്ക് ഉറപ്പായി ഇവരുടെ കയ്യിൽ എല്ലാ ഐറ്റംസും ഉണ്ടാവും. ഞാൻ വിചാരിച്ചതിനെക്കാട്ടും കൂടുതലായിപ്പോൾ ഇവരുടെ കയ്യിലുള്ളത്. അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാം സിമ്ര ഇങ്ങനെ കൊണ്ട് വെക്കുന്നുണ്ട് ടേബിൾ മേൽ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ കാരപ്പവും പത്തിരിയും ബീഫ് കറിയും പിന്നെ ചിക്കൻ കറിയും ചായയും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കണം. രാവിലെ എനിക്കിപ്പോൾ എന്താണെന്ന് അറിയില്ല, ഭയങ്കര വിശപ്പാണ്. ഫീഡ് ചെയ്യുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര ഒരു വിശപ്പാണ്. അങ്ങനെ ഇനിയിപ്പോൾ ഐസോന് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവൻ കഴിക്കുന്നില്ല, കാരണം കോലുമുട്ടയൊക്കെ കിട്ടിയോണ്ട് അതും ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കഴിച്ചിട്ട് അവനിക്ക് കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ കഴിച്ചതിന് ശേഷം അവന് കൊടുത്തിട്ടും അവൻ കഴിച്ചിട്ടില്ലേനും. അപ്പം നമ്മൾ നേരെ കല്യാണ വീട്ടിൽ പോയ സമയത്താണ് ഞാൻ അവിടെ നിന്നാണ് ഫുഡ് കൊടുത്തത്. അപ്പം അതിൻ്റെ മുന്നേ അവന് കുറച്ച് ചായയും അതൊക്കെ കഴിച്ചിട്ടുണ്ടേനും. നല്ല മാഷാഅല്ലാ അടിപൊളി ചിക്കൻ കറിയും ബീഫ് കറിയും ഫുഡൊക്കെ ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ സിമ്രൻ്റെ കല്യാണം വരുമ്പോൾ ഞങ്ങൾക്കിത് ശരിക്കും മിസ്സാവും, കാരണം സിമ്രൻ്റെ ഉമ്മാൻ്റെ ഫുഡൊന്നും കിട്ടില്ല. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ വേറെ അടുത്ത് ഷെദാൻ്റെ വീട്ടിലേക്ക് ചിലപ്പോൾ നിൽക്കുക, അതൊക്കെ വിചാരിച്ചിട്ട് സിമ്രൻ്റെ ഉമ്മാൻ്റെ ഫുഡ് ഒരുപാട് മിസ്സാവും. അങ്ങനെ എല്ലാവരും റെഡിയായി ഷെദാൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഞാൻ ഐസോൻ്റെ ബർത്ത്ഡേൻ്റെ ഡ്രസ്സാണ് അവന് ഇട്ട് കൊടുത്തത്. ഓൾമോസ്റ്റ് എല്ലാവരും ഞാൻ നോക്കുമ്പോൾ ബ്ലൂ ആയിരുന്നു, ഞാനും അക്കുവും മാത്രമേനും. ഞാൻ റെഡും അക്കു പച്ച ഗ്രീൻ അതേനും ഇട്ടത്.
ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് പല ഷെയ്ഡ്സിലുള്ള ബ്ലൂവിന് ഇട്ടത്. ഇതാ ബേക്ക് തന്നെ നമ്മുടെ വേറെ ഫ്രണ്ട്സും ഉണ്ട്, അപ്പോൾ അവരും കൂടി വരുന്നുണ്ട്. നമ്മൾ വീട്ടിലെത്തിയ സമയത്ത് പുയ്യാപ്പിളൊക്കെ വന്നിട്ടുണ്ടേനും കുറച്ച് ലേറ്റായി. നമ്മളെല്ലാവരും കൂടി റെഡിയായി സെറ്റായി ഇറങ്ങുമ്പോഴേക്കും കുറച്ച് ലേറ്റായി. പിന്നെ ഇതാ കല്യാണ പെണ്ണ് മാഷാഅല്ലാഹ് സെറ്റായിട്ടുണ്ട്. അവൾ ഒരുങ്ങി അവിടെ നിന്നിട്ടുണ്ടേനും. പിന്നെന്താ ഐസു ഇങ്ങനെ ഭയങ്കര കച്ചറയാക്കുന്നുണ്ടായിരുന്നു. കാരണം പുയ്യാപ്പിള വന്ന സമയത്ത് ഇങ്ങനെ മേലെ കയറി പോവാം, എനിക്കാണെങ്കിൽ പിടിച്ചിട്ട് കിട്ടുന്നില്ലേനും. ഞാൻ കുറച്ച് നേരം ഒക്കെ ഫോണൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ പെണ്ണിനെ മേലേക്ക് കൊണ്ടുപോവാണ്. ഇവർക്ക് പാട്ട് പാടാൻ വേറൊരാളെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പ്രൊഫഷണലി എല്ലാവരും ഭയങ്കര പാട്ടുകാരാണ്. എല്ലാവരും നല്ലോണം പാട്ട് പാടുന്നുണ്ട്. നമ്മൾ ഒരു പാട്ട് സ്റ്റാർട്ട് ചെയ്യും, നമ്മളെ കല്യാണത്തിന് നമ്മളൊരു പാട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് തുടക്കം കുറച്ച് ഭയങ്കര ആവേശം ഉണ്ടാവും, പിന്നെ അങ്ങ് സ്ലോ ആവും, പിന്നെ തീരെ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇത് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഭയങ്കര അവർക്ക് നിർത്താനേ തോന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് അവർ ഓരോ പാട്ടും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അതും സ്റ്റക്കായി പോകുന്നൊന്നുമില്ല. നമ്മളന്നൊരു പാട്ട് പാടിയതിന് ശേഷം ഏത് പാടും എന്നുള്ള ഒരു ഇതിലായിരിക്കും. ഇത് അങ്ങനെയൊന്നുമില്ല. എല്ലാം അടിച്ച് പാട്ട് പാടുന്നുണ്ട്, കൈമുട്ടുന്നുണ്ട്. എല്ലാവരും ഭയങ്കര എനർജറ്റിക്കാണ് മാഷാഅല്ലാഹ്. അപ്പോൾ അതാ കസിൻസൊക്കെ ഒന്നും പറയണ്ട, എല്ലാവരും ഭയങ്കര ആവേശമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഇനി പെണ്ണിനെ മേലേക്ക് കൊണ്ടുപോകുന്നതും മഹറിടുന്നതും അതൊന്നും ഇതിലില്ല. ജസ്റ്റ് അവളെ കൊണ്ടുപോകുന്ന കുറച്ച് സീൻസ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ മഹറിടൽ വാതിൽ ക്ലോസ് ചെയ്തിട്ട് അങ്ങനെയല്ലേ, അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് കാണാനാവില്ല. ഇത് മാത്രം ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്തത് ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്ക്. അങ്ങനെ ഇതാ ഒരു വലിയ അംഗത്തിന് ശേഷം നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഫുഡ് കഴിക്കാൻ നല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും അൽസയും സാലഡും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല റാഹത്തായിട്ട് ഫുഡ് കഴിച്ചു. ഐസു ഫുഡ് കഴിക്കാൻ കുറച്ച് കളിയാനും രാവിലെ, അപ്പം ഞാൻ അവന് ബിരിയാണിയൊക്കെ വാരി കൊടുത്ത് നല്ലോണം കഴിച്ചു. അപ്പോൾ എനിക്ക് സമാധാനമായി, ഇനി കുറച്ച് നേരം അടങ്ങി നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ മേലേക്ക് വന്ന് നോക്കുമ്പം ഭയങ്കര ഫോട്ടോഷൂട്ടാണ്. കസിൻസും പിന്നെ എല്ലാവരുമായിട്ട് ഭയങ്കര ഫോട്ടോഷൂട്ടാണ്. അപ്പം നമ്മുടെയും കുറച്ച് ഫോട്ടോസ് എടുക്കേണ്ടിയിട്ട് നമ്മളും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവരെ കസിൻസും റിലേറ്റീവ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കും ഫോട്ടോ എടുക്കണം. നമ്മളും ഫോട്ടോ എടുത്തു. അപ്പോൾ ഇതാ ഇങ്ങനത്തെ ഒരു സംഭവമില്ലേ നമ്മുടെ സൈൻ ചെയ്യുന്നത്, അപ്പോൾ അതൊക്കെ ഉണ്ടേനും രണ്ടാളും സൈൻ ചെയ്തു. അങ്ങനെ മാഷാഅല്ലാഹ് ശതേൻ്റെ മംഗലം അങ്ങനെ കഴിഞ്ഞു. നമ്മളങ്ങനെ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ തമാശക്ക് ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ട് വെക്കും ഓരോരുത്തരുടെ മംഗലത്തിനെ പറ്റിയിട്ടൊക്കെ.
അത് ഇപ്പോൾ എന്താ എക്സ്പെക്റ്റേഷൻ റിയാലിറ്റിയിലേക്ക് വന്നപ്പോഴുള്ള ഒരു ഫീല്, അത് എന്തോ നമ്മളിപ്പോഴും കോളേജിൽ തന്നെ ആണോ എന്നുള്ള ഒരു സംശയം വന്നുപോയി. പിന്നെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് അവരൊക്കെ പോയി. ഇനിയിപ്പോൾ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് അവർ എല്ലാവരും കൂടി വരൂലേ, അപ്പോൾ അത് വരാൻ കുറച്ച് ലേറ്റായപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി മടുപ്പായി. ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് ബോറടിക്കാൻ തുടങ്ങി. അപ്പം നമ്മളൊന്ന് ജസ്റ്റ് അവിടെ അടുത്ത് തന്നെ ഈ ഒരു സൈഡ് മൊത്തം പുഴ, കടൽ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കായൽ തീരം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോയി കുറച്ച് നേരം ചില്ല് ചെയ്ത് അവിടെ നിന്നൊരു എല്ലാവരും ജ്യൂസ് അങ്ങനത്തെ എന്തൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന്. പിന്നെ ഞങ്ങൾ ഷദേൻ്റെ വീട്ടിലെത്തി. ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഷദേനെ കൊണ്ടാക്കാൻ പോവാണ് ഞങ്ങൾ. അപ്പോൾ ഇതാ അവരെ വണ്ടി ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഷദേനെ കൊണ്ടാക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഭയങ്കര പാട്ടും ഡാൻസൊക്കെയാണ്. കാരണം ഇനിയിപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത ഈ വരുന്ന ഡിസംബറിൽ അങ്ങനെയായിരിക്കും ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഷദേൻ്റെ മംഗലം ഞങ്ങൾ അടിച്ച് പൊളിച്ച് വണ്ടിയിൽ നിന്ന് ഭയങ്കര നല്ല രസമായിരുന്നു പാട്ടൊക്കെ പാടിയിട്ട്. അപ്പോൾ ഞങ്ങൾ 2 ഫ്രണ്ട്സ് ഉണ്ട്, അല്ല 4 ഫ്രണ്ട്സ്. അവർ വന്നിട്ട് അവർ വേഗം പോയി, കാരണം എത്താൻ ലേറ്റാവുമെന്ന് വിചാരിച്ചിട്ട് അവർ വേഗം പോയി. പിന്നെ നമ്മൾ 5 പേരും തന്നെയാണ് കാര്യമായിട്ടുള്ളത്. അവർ വേഗം പോയി. അവൾ അവിടെ എത്തി. ഞങ്ങൾ നമ്മുടെ ആ ഒരു കലാപൊക്കെ ആ പാട്ടാന്ന് തോന്നുന്നു, ഏതോ ഒരു പാട്ട്, നമ്മൾ ഓളത്തിലെ പാട്ടോ അങ്ങനെ എന്തോ ഒരു പാട്ട് വെച്ചിട്ട് ആ പാട്ട് തീരുമ്പോഴേക്കും കല്യാണ പെണ്ണിൻ്റെ ചെക്കൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അത്രയും അടുത്താണ് അവരുടെ വീട്. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് ഭയങ്കര പാട്ടേനും അവിടെയും. അങ്ങനെ അവളെയും കൂട്ടി അവനിതാ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതൊക്കെ കണ്ട് ഇങ്ങനെ ബേക്കിരുന്നിട്ടുണ്ട്. ഒരു ഫാനിൻ്റെ അരിയത്ത് തന്നെയായിട്ട് നമ്മൾ ഇരുന്നിട്ടുണ്ട്. ഭയങ്കര ചൂടായിരുന്നു. അങ്ങനെ നമ്മൾ ചെന്ന സമയത്ത് നമുക്ക് ജ്യൂസും ബർഗറൊക്കെ ഉണ്ടായിരുന്നു. അതും കഴിച്ച് നമ്മളെല്ലാവരും കൂടി അവിടെ ഇങ്ങനെ ഇരുന്നു. കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മളിങ്ങനെ പോന്നു ബൈ പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ നേരെ പോയത് ഇവരെ വീടിൻ്റെ അടുത്ത് തന്നെ കടലാണ്. അപ്പോൾ ബീച്ചിൽ പോയി കുറച്ച് നേരം അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്ത് വർത്താനമൊക്കെ പറഞ്ഞ് നമുക്ക് സൺസെറ്റ് കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം സൺസെറ്റൊക്കെ കണ്ട് അങ്ങനെ ചില്ല് ചെയ്തിരുന്ന്. ഇനിയിപ്പോൾ ഇതാ ഐസുൻ്റെ കളിയാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പോയി കളിക്കാൻ. അപ്പോൾ ഷംറാൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവിടെ മുറ്റത്ത് പൂഴിയുണ്ട്. പിന്നെ ഫ്രണ്ടിൽ പുഴയും കൂടി ആയപ്പോൾ അവൻ്റെ വിചാരം നമ്മൾ ബീച്ചിലാറ്റം വന്നെന്ന്. അപ്പോൾ ഭയങ്കര കളിയാണ് അവിടുന്ന്. അങ്ങനെ സൺസെറ്റ് കാണാൻ വേണ്ടി ഇരുന്നിട്ട് സൺസെറ്റായി. നല്ല രസമുണ്ടായിരുന്നു. ഒരു പീസ്ഫുൾ ഈവനിങ്, ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അവരോട്. മാഷാ അല്ലാ നല്ലൊരു ദിവസമായിരുന്നു. അങ്ങനെ ഇവരിവിടെ നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതും കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകും. അതൊക്കെയാണ് നമ്മളെ പ്ലാന്. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയത്ത് ഭയങ്കര ഒരു തലവേദന. കാരണം കടൽക്കാറ്റ് അടിച്ചിട്ടാന്ന് തോന്നുന്നൊരു തല ഭയങ്കര ഒരു കനത്ത പോലെ ഉണ്ടായിരുന്നു.
അങ്ങനെ ഷിംറനോട് പറഞ്ഞപ്പോൾ അവൾ എന്താ ഒരു നല്ല കിടിലൻ കോഫി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇത് കുടിച്ചത് അങ്ങ് ഉഷാറായി. പിന്നെ ഞങ്ങൾ കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷം രാത്രിയത്തെ ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് വരുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഫാറ്റ് ഷെഫ് എന്ന് പറഞ്ഞാൽ. അവിടെയാണ് നല്ല മന്തി അങ്ങനത്തെ ഒക്കെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയി. നമ്മുടെ നാട്ടിലാണ് വരുന്നതെങ്കിൽ എനിക്ക് പെട്ടെന്ന് അവരെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു അട്രാക്റ്റീവ് സ്പോട്ടോ അല്ലെങ്കിൽ ബീച്ചോ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ ഇവരുടെ അടുത്ത് വരുന്നതാണെങ്കിൽ അരിയത്ത് തന്നെ കായൽ, ബീച്ച്, റിസോർട്ടല്ല, ഇങ്ങനെ റെസ്റ്റോറൻറ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് വേഗം പോകാൻ പറ്റും. ഇവർ വന്ന സമയത്ത് ഞാൻ എവിടെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിന്. അങ്ങനെ നമ്മളിത് അവിടെ എത്തി. ആദ്യം തന്നെ നമ്മളൊരു മട്ടൺ സൂപ്പ് ഓർഡർ ആക്കിയിട്ടുണ്ട്. നല്ല മട്ടൺ സൂപ്പേനും കുടിച്ചപ്പോൾ അങ്ങ് എന്താ ഒരു ഫ്രഷ്നെസ് ഇങ്ങനെ കയറി വന്ന പോലെ തോന്നി. അത്രയും നല്ല അടിപൊളി ഒരു മട്ടൺ സൂപ്പേനും. ഞാൻ ഫസ്റ്റ് ടൈമാണ് തോന്നുന്നു, ഞാൻ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ മട്ടൺ സൂപ്പ് ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. പിന്നെ നമ്മളൊരു സാലഡ് ഓർഡർ ആക്കിയിട്ടുണ്ടേനും. പിന്നെ ഇതാ നമ്മുടെ ചിക്കൻ മന്തി അങ്ങനെ എന്തോ, ചിക്കൻ മന്തി തന്നെയാണ് തോന്നുന്നു ഓർഡർ ആക്കിയത്. അപ്പോൾ മാഷാഅല്ലാ നല്ല ടേസ്റ്റ് ഉണ്ടേനും. നല്ലോണം വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച്. ദൈസന് ഇവിടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവന് സ്വന്തമായിട്ട് കഴിക്കണം, ഞാൻ കൊടുത്തപ്പോൾ അവൻ കഴിക്കുന്നില്ല. അപ്പോൾ അത് അവന് കുറച്ച് ഞാൻ പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവനും അത്യാവശ്യം കഴിച്ചു. അവന് മന്തി, ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണ്. അങ്ങനെ എന്താ എല്ലാം കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ 29-ാം തീയതി രാവിലെയാണ് നമ്മുടെ ട്രെയിന്. കാരണം തലേ ദിവസം നമുക്ക് വരാൻ വേണ്ടി പറ്റിയിട്ടില്ലേനും. അങ്ങനെ ഇതാ രാവിലെ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. 2 ദിവസത്തെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ആക്കുക. അപ്പോൾ ഇതുപോലത്തെ കിടിലൻ വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ആക്കുക. അപ്പോൾ വേറെ എന്താ, അത്രയൊക്കെ ഉള്ളൂ. ബൈ ടു പഴയങ്ങാടി. ബൈ.